നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിനാണ് അംഗീകാരം ലഭിച്ചത്. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ ഷഫീദ്, സർക്കാർ നിലപാടിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ്? രമേശ്, നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോൽ ഏറ്റവും രൂക്ഷമാക്കിയ ഒന്നായിരുന്നു ഈ ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ പിടിച്ചുവെച്ച സംഭവം. അങ്ങനെ 7 ബില്ലുകളായിരുന്നു ഗവർണർ ആദ്യഘട്ടത്തിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ചിരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലായിരുന്നു. പിന്നാലെ ഇത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ഈ ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് വിടുകയായിരുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ബില്ലിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിക്കും. ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തലസ്ഥാനത്ത് തുടരാനാകും. നേരത്തെ നമുക്കറിയാം KT ജലീലിന് പദവി ഒഴിയേണ്ടി വന്ന സാഹചര്യം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ ലോകായുക്ത ബില്ലായിരുന്നു. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ രാഷ്ട്രീയമായി പ്രതിപക്ഷമടക്കം ഉയർത്തിയതാണ്. രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ ഇത് ഗവർണർക്ക് തിരിച്ചടിയും സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടവുമായി മാറുന്നുണ്ട്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അധികാരം അതില്ലാതാകും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരെ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഏതായാലും മാസങ്ങളായി തുടരുന്ന സർക്കാർ ഗവർണർ പോരിൽ ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം അത് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കലങ്ങിമറിഞ്ഞ് ഹിമാചൽ. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് കലഹിച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച വിക്രമാദിത്യ സിംഗ് നിലപാട് മയപ്പെടുത്തി. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരെ കാത്തിരിക്കാമെന്ന് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJP തന്ത്രത്തിന് മറുപടിയായി 15 പ്രതിപക്ഷ MLA-മാരെ അച്ചടക്ക നടപടിയുടെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ശബ്ദ വോട്ടോടെ ബജറ്റ് പാസാക്കി. സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്ന് BJP ആരോപിച്ചു. BJPയുടെ അവിശ്വാസ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് വിക്രമാദിത്യ സിംഗിന്റെ രാജിപ്രഖ്യാപനം കോൺഗ്രസ് സർക്കാരിന് ഇരട്ടി തലവേദനയായത്. വിമതരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ DK ശിവകുമാർ, ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഭൂപേഷ് ബാഗേൽ തുടങ്ങിയവർ ഷിംലയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാക്കുന്നുവെന്നും തൽക്കാലം സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നും വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. और ऑब्जर्वर्स के साथ जो वर्तमान परिस्थितियां बनी हुई है उसके बारे में उनको जानकारी दी है. इसलिए जब तक इसका निर्णय नहीं लिया जाता तब तक मैं अपनी रेजिग्नेशन को प्रेस नहीं करूंगा. സർക്കാർ രൂപീകരണത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിന് 1 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ലെന്ന് വിക്രമാദിത്യ സിംഗിന്റെ മാതാവും കോൺഗ്രസ് MPയുമായ പ്രതിഭ സിംഗ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഇക്കാര്യം സുഖ്വിന്ദർ സിംഗ് സുഖു തന്നെ തള്ളി. हमने उनके खिलाफ डिस्क्वालिफिकेशन मोशन भी लाया है और जिसकी सुनवाई चल रही है. मैं एक बात और कहना चाहता हूँ, लोकतंत्र में हमेशा सत्यमेव जयते होता है. सत्य की जीत हुई है. കോൺഗ്രസിന്റെ 6 MLA-മാരെയും 2 സ്വതന്ത്രരെയും മറുകണ്ഠം ചാടിച്ച് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്നറിയിക്കാൻ ഗവർണറെ കണ്ട BJPക്ക് കോൺഗ്രസ് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 BJP MLA-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ ബഹളം വെച്ചതിന്റെ പേരിലാണ് നടപടി. ഇതോടെ നിയമസഭയിൽ BJPയുടെ അംഗസംഖ്യ 10 ചുരുങ്ങി. പ്രതിപക്ഷ MLA-മാരുടെ ബഹളത്തിനിടെ ബജറ്റ് ശബ്ദവോട്ടോടെ പാസാക്കി. അതേസമയം 6 വിമത MLA-മാരും സ്പീക്കറെ കണ്ട് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല എന്ന് അറിയിച്ചു. നടപടിയിൽ സ്പീക്കർ തീരുമാനമെടുത്തിട്ടില്ല. 24 ഡൽഹി. ജാർഖണ്ഡിൽ ട്രെയിനിടിച്ച് 12 പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. ജംതാരയിൽ കലർജ് ഹാരിയ റെയിൽവേ സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. ഭഗൽപൂരിലേക്കുള്ള അങ്ക എക്സ്പ്രസ് ട്രെയിനിന് തീപിടിച്ചു എന്ന അഭ്യൂഹത്തെ തുടർന്ന് പുറത്തേക്ക് ചാടിയവരെ മറ്റൊരു ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായിട്ടില്ലെന്നും ട്രാക്കിലൂടെ നടന്ന 2 പേരാണ് മരിച്ചത് എന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം. विधानसभा जामताड़ा के पास कसियाटाड़ हॉल्ट के पास एक रेल हादसे में लगभग 3 लोगों की जान गई है और कई लोग लापता हैं, ऐसी सूचना मुझे मिल रही है.
निश्चित तौर पर ये बहुत बड़ी घटना है, दुखदायी घटना है। इस घटने से मैं काफ़ी मर्माहत हूँ। लोग हमारे सदमे में हैं। ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, റെയിൽവേ നൽകുന്ന വിശദീകരണം എന്താണ്? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ബൽറാം? ഉന്മേഷ്, ഇപ്പോഴും ഇക്കാര്യത്തിൽ റെയിൽവേയുടെ ഔപചാരികമായ ഒരു പ്രതികരണം മാത്രമാണ് നിൽക്കുന്നത്. എന്നാൽ ഈ അപകടം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ പ്രാദേശിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് ജാർഖണ്ഡിലെ ജംതാരിയയിലെ കലഛാരിയ റെയിൽവേ സ്റ്റേഷന് സമീപം വലിയൊരു തീവണ്ടി അപകടമുണ്ടായി എന്നും 12 പേർ മരിച്ചു എന്നുള്ളതാണ്. 2 പേരുടെ മൃതദേഹങ്ങൾ ഈ സ്ഥലത്തു നിന്നും മാറ്റി കണ്ടെടുത്തു എന്നുമാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിൽ ഒരു ട്രെയിനിൽ തീപിടുത്തമുണ്ടായതായും അതിൽ നിന്നും രക്ഷപ്പെടാനായി ചാടിയവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുമാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ റെയിൽവേ ഇക്കാര്യം പൂർണ്ണമായി തന്നെ നിഷേധിക്കുകയാണ്. ഈസ്റ്റ് റെയിൽവേ PRO കൗശിക് മിത്രയാണ് ഇത്തരത്തിൽ ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നും 2 മരണങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായത് എന്നും ഒപ്പം തന്നെ മരിച്ചവരെന്നാൽ യാത്രക്കാരല്ല, മറിച്ച് ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ അവരെയാണ് തീവണ്ടി തട്ടിയത് എന്നുമുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 അംഗ JAD കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ജംതാര SDM അനന്ത്കുമാറും സംഭവസ്ഥലം സന്ദർശിക്കുകയും 2 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം എന്നാൽ ചിലർ മരിച്ചതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുമാണ് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറിയിക്കുന്നത്. അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമല്ല എന്നാണ് ഔദ്യോഗികമായി SDM അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 6 പേർ അറസ്റ്റിൽ. വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് SFIയുടെ പരസ്യ വിചാരണ എന്ന് പോലീസ് വ്യക്തമാക്കി. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ SFIയുടെ വിചാരണ കോടതിയാണെന്ന് അറസ്റ്റിലായ പ്രതികൾ മൊഴി നൽകി. കേസിൽ 20ഓളം പ്രതികളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കുറ്റക്കാർക്ക് SFI സംരക്ഷണ കവചം ഒരുക്കുകയാണെന്ന് KSU ആരോപിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ ശ്രീഹരി RD, രഹൻ ബിനോയ്, ആകാശ് SD, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, ഇടുക്കി സ്വദേശി അഭിഷേക് S, വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷുവ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അന്യായമായി തടഞ്ഞുവെക്കൽ, സംഘം ചേർന്ന് മർദ്ദിക്കൽ, ആത്മഹത്യാ പ്രേരണാകുറ്റം തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾ സിദ്ധാർത്ഥിനെ തുടർച്ചയായി 3 മണിക്കൂറിലേറെ മർദ്ദിച്ചു. 4ാം വർഷ വിദ്യാർത്ഥി സിൻജോ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. നേരത്തെ പോലീസിന്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള 12 പ്രതികൾക്ക് പുറമെയാണ് 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ 6 പേരും കുറ്റം സമ്മതിച്ചു. സർവകലാശാല ഹോസ്റ്റൽ SFIയുടെ വിചാരണ കോടതിയാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പരാതികൾ അവിടെ വെച്ച് തന്നെ തീർപ്പാക്കി ശിക്ഷ വിധിക്കുന്നതാണ് രീതി. കോളേജിലുണ്ടാകുന്ന വിഷയങ്ങൾ അധികൃതരിലേക്ക് എത്താനും പോലീസിന് പരാതി നൽകാനും സീനിയർ വിദ്യാർത്ഥികൾ സമ്മതിക്കില്ലെന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയിലുണ്ട്. കൽപ്പറ്റ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SFI നേതാക്കൾ ഉൾപ്പെടെ 12 പ്രതികൾ ഒളിവിലാണ്. ഇവരുടെ വീടുകളിലും പ്രതികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും 12 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നിലവിൽ 18 പ്രതികളുള്ള കേസിൽ പ്രതിപട്ടിക ഇനിയും നീളാനാണ് സാധ്യത. 24 വയനാട്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗമായ വിദ്യാർത്ഥി ജേസൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് നടപടി. കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തനിക്കെതിരെ മാനേജ്മെന്റും യൂത്ത് കോൺഗ്രസും ഗൂഢാലോചന നടത്തിയെന്ന് ജേസൺ ജോസഫ് ആരോപിച്ചു. കോളേജിലെ വിദ്യാർത്ഥിനിയായ നിളായസ് പണിക്കരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ജെയ്സൺ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ഉണ്ടായില്ല. ജെയ്സനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൗണ്ട് സിയോൺ ലോ കോളേജിലേക്ക് തള്ളിക്കയറിയത്. പ്രവർത്തകർ അക്കാദമിക് കോർഡിനേറ്ററെ പൂട്ടിയിട്ടു. തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി.
പ്രതിഷേധത്തിനൊടുവിൽ ജെയ്സനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതായി അധികൃതർ അറിയിച്ചു. പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഡിസ്കസ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. മാനേജ്മെന്റ് ഫോർമാലിറ്റി അനുസരിച്ച് ചെയ്യും. അതിന്റെ പേപ്പറൊക്കെ ഉണ്ട്, അത് പ്രിൻസിപ്പൽ തയ്യാറാക്കുന്നുണ്ട്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും CPIM നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെ സമരം തുടങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് മാനേജ്മെന്റ് യൂത്ത് കോൺഗ്രസ് ഗൂഢാലോചനയെന്ന ജെയ്സൺ ജോസഫ് 24നോട്. നിയമപരമായി മുൻപോട്ട് പോകുന്ന വെച്ചാൽ ഇത് കോൺഗ്രസിന്റെയും ഈ പറയുന്ന മാനേജ്മെന്റിന്റെയും ഈ പ്രിൻസിപ്പാളിന്റെയും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാരിയായ പെൺകുട്ടിയുടെയും രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കേസ് മാത്രമാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ജെയ്സൺ അറിയിച്ചു. ശ്രീകുമാരൻ 24 പത്തനംതിട്ട. 2 സീറ്റിൽ ലീഗ് വഴങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. സിറ്റിംഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീറും MP അബ്ദുസമദ് സമദാനിയും സീറ്റുകൾ വെച്ചുമാറി. മണ്ഡലമാറ്റത്തിന്റെ കാരണം നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്. മലപ്പുറം MP അബ്ദുസമദ് സമദാനി പൊന്നാനിയിലേക്കും പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മാറിയതിന്റെ കാരണം വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. മലപ്പുറത്ത് മത്സരിക്കാനുള്ള ET മുഹമ്മദ് ബഷീറിന്റെ താല്പര്യത്തോട് സമദാനിക്ക് വഴങ്ങേണ്ടി വന്നു എന്നാണ് വിവരം. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDFന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. രാജ്യസഭാ സീറ്റ് സ്വീകരിക്കാൻ സമ്മതിച്ച കാര്യം മുസ്ലിം ലീഗ് പരസ്യമാക്കുന്നതിന് മുമ്പ് തന്നെ 3-ാം സീറ്റില്ലെന്ന കാര്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലീഡെടുത്തു. ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചാരണത്തിന് തടയിടാനായിരുന്നു ഈ നീക്കം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. രാജ്യസഭയിലേക്ക് PK ഫിറോസ്, ഫൈസൽ ബാബു, PMA സലാം എന്നിവരെ പരിഗണിച്ചെങ്കിലും യോഗത്തിൽ ഒരു പേരിലേക്ക് എത്താനായില്ല എന്നാണ് സൂചന. തമിഴ്നാട്ടിലെ രാമനാഥപുരം ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് MP നവാസ് ഗനി തന്നെ മത്സരിക്കും. 24 മലപ്പുറം. 3-ാം സീറ്റെന്ന ആവശ്യത്തിൽ ഇക്കുറിയും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് മുസ്ലിം ലീഗിന് മുറിവായി. സ്ഥാനാർത്ഥികളെ വെച്ചുമാറിയതിൽ വലിയ ചർച്ച വേണ്ട എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം ഇക്കുറിയും നടപ്പായില്ല. രാജ്യസഭാ സീറ്റു നൽകാമെന്ന കോൺഗ്രസ് പിടിവാശിക്ക് ലീഗ് വഴങ്ങി. പരമ്പരാഗത സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വെച്ചുമാറേണ്ടിയും വന്നു ലീഗിന്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുന്നതാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന് ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ ഇടതു സ്ഥാനാർത്ഥിയായതും കണക്കിലെടുത്തു. സമസ്തയുമായും ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും അടുത്ത ബന്ധമാണ് KS ഹംസയ്ക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 1,81,569 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഭൂരിപക്ഷം 10,000-നു താഴെയായി. 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പം നിന്നു. താനൂരും തൃത്താലയും മന്ത്രിമണ്ഡലങ്ങളുമായി. മലപ്പുറത്തും സ്ഥിതി ഭിന്നമായിരുന്നില്ല. 2019-ൽ PK കുഞ്ഞാലിക്കുട്ടി 2,60,153 വോട്ടിന് ജയിച്ച മലപ്പുറത്ത് 2021-ൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 1,14,615 വോട്ടായി ഇടിഞ്ഞു. ലീഗിന് 1.5 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞപ്പോൾ LDFന് 93,913 വോട്ട് കൂടി. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി മാറ്റം. പക്ഷേ ലീഗ് നേതൃത്വം ഇത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കോൺഗ്രസ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വൈകാതെ തുടക്കമാകും. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം അഭ്യൂഹം മാത്രമെന്ന് VD സതീശൻ പറഞ്ഞു. സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലും സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും. വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ MPമാർ തന്നെ മത്സരിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. എന്നാൽ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചരണം അഭ്യൂഹം മാത്രമെന്ന് VD സതീശൻ. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റിന് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. പിണറായി യുഗത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്ന് K. സുധാകരൻ. ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരെയായ ജനരോഷം കേരളത്തിൽ UDF ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. പ്രചാരണ ഗാന വിവാദത്തിന് പിന്നാലെ IT സെല്ലിന് മൂക്കുകയറിടാൻ സംസ്ഥാന BJP. നവമാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനത്തിന് NDA ലേബലിൽ പുതിയ സംവിധാനം വരും. മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായതായി നേതാക്കൾ അറിയിച്ചു. BDJS 4 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് BJP ആണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രചാരണ ഗാന വിവാദത്തിൽ BJP IT സെൽ കൺവീനർക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടി ആവശ്യപ്പെടുകയും അതിനു സാധ്യതയില്ല എന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് IT സെല്ലിന് മൂക്കുകയറിടാൻ BJP തീരുമാനിച്ചത്. ഫലത്തിൽ IT സെൽ കൺവീനർ S. ജയശങ്കറിനെതിരെ നേരിട്ടുള്ള നടപടി തൽക്കാലം ഉണ്ടാവില്ല. പക്ഷേ സംസ്ഥാന IT സെല്ലിന്റെ അധികാര പരിധി വെട്ടിച്ചുരുക്കി IT സെൽ കൺവീനർ സ്ഥാനം സാങ്കേതിക ചുമതല മാത്രമാക്കി മാറ്റാനാണ് BJP നീക്കം. BJP IT സെല്ലിനു പകരം നവമാധ്യമങ്ങളിലെ അഭിപ്രായ രൂപീകരണത്തിനും അഭിപ്രായ പ്രകടനത്തിനും NDA ലേബലിൽ പുതിയ സംവിധാനം വരും. BJP IT സെല്ലിന്റെ ചുമതലകൾ NDA IT സെൽ നിർവഹിക്കും. NDA IT സെല്ലിന് പുതിയ കോർഡിനേറ്റർ പദവി സൃഷ്ടിക്കാനും തീരുമാനിച്ചു. ഒരു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് NDA IT സെല്ലിന്റെ പൂർണ്ണ ചുമതല നൽകും. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മോദിയെ മുൻനിർത്തി നടത്താനും സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. NDAയിൽ വിവിധ ഘടകകക്ഷികൾ സീറ്റ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും PK കൃഷ്ണദാസ്. ഈ ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ലോകസഭാ മണ്ഡലം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ BJP നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഘടകകക്ഷികൾ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും BJPയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും. PC ജോർജിനോട് എതിർപ്പുണ്ടായിരുന്നത് SNDP യോഗത്തിനാണെന്നും അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി. അത് SNDP വിഷയമാണല്ലോ, ഇത് പൊളിറ്റിക്സുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. BJP 16 സീറ്റുകളിലും BDJS 4 സീറ്റുകളിൽ മത്സരിക്കാനുമാണ് നിലവിലെ ധാരണ. നാളെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്കു ശേഷം ഇക്കാര്യം ഘടകകക്ഷികളെ അറിയിക്കും. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. അസമിൽ കോൺഗ്രസിന് തിരിച്ചടി. അസമിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അധ്യക്ഷൻ റാണ ഗോസ്വാമി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് രാജി കൈമാറി. ഡൽഹിയിൽ എത്തിയ റാണ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച് തന്റെ സംഘടനാ ചുമതലകളിൽ നിന്ന് നേരത്തെ തന്നെ റാണ രാജിവെച്ചിരുന്നു. ഈ മാസം ആദ്യം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്ന് മറ്റ് 2 നേതാക്കൾ BJPയിൽ ചേർന്നിരുന്നു. DMKക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന DMKയെ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് നരേന്ദ്രമോദി തിരുനെൽവേലിയിൽ പറഞ്ഞു. രാവിലെ തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് സന്ദർശനത്തിനിടെയാണ് DMKക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് DMKയുടെ ശ്രമമെന്നാണ് പ്രധാന വിമർശനം.
DMKയുടെ കുടുംബാധിപത്യം തുടരാനും കൊള്ള നടത്താനുമാണ് കേന്ദ്രം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തമിഴ്നാട് സർക്കാർ എതിർക്കുന്നത്. തൂത്തുക്കുടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ISR ലോഞ്ച് പാഡിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനും DMK ശ്രമിച്ചു. വിദ്വേഷ രാഷ്ട്രീയമാണ് DMK മുന്നോട്ട് വയ്ക്കുന്നതെന്നും അത് അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാവിലെ തൂത്തുക്കുടിയിൽ നടത്തിയ പരിപാടിയിൽ തുറമുഖത്തെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനൽ, രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കപ്പൽ, രാജ്യത്തെ 75 ലൈറ്റ് ഹൗസുകൾ, റോഡ്, റെയിൽവേ, ജലസേചനം തുടങ്ങി 17,300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ISRO കുലശേഖരപുരത്ത് നിർമ്മിക്കുന്ന 2ാം റോക്കറ്റ് ലോഞ്ച് പാഡിന്റെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 24 ചെന്നൈ. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കാട് കയറാതെ പടയപ്പ. മൂന്നാറിൽ പടയപ്പ എന്ന കാട്ടാനയുടെ പരാക്രമം പതിവാകുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലെ വഴിയോരക്കട കാട്ടാന തകർത്തു. തലയാർ എസ്റ്റേറ്റിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം വന്യജീവി ആക്രമണം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് CCF RS അരുൺ വ്യക്തമാക്കി. മതപ്പാടിലുള്ള പടയപ്പ കൂടുതൽ പ്രകോപിതരാണ്. ഒരു പിടിയാനയ്ക്കും കുട്ടയാനയ്ക്കുമൊപ്പമാണ് ഇപ്പോഴത്തെ സഞ്ചാരം. ഇന്നലെ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന കാട്ടാന ഇന്ന് തലയാർ എസ്റ്റേറ്റിലേക്ക് നീങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പയെ RRT തുരത്തി. ഇപ്പോൾ ജനവാസ മേഖല ഇറങ്ങാതെ നോക്കാൻ വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, പകലും രാത്രിയും. വാഹനങ്ങൾ ആക്രമിക്കുന്ന പറഞ്ഞാൽ ആൾക്കാർ മാക്സിമം അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. വൈൽഡ് എലിഫൻറ്റ് എന്നുള്ള ഒരു ചിന്ത വേണം. നമുക്ക് വന്യമൃഗത്തെ വന്യമൃഗമായിട്ട് കാണുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറയും. പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഭയങ്കര ശല്യം, ഇപ്പോൾ ഭയങ്കര ശല്യം. അപ്പോൾ ഒരു മാസം കാലമായിട്ട് ഇപ്പോൾ വന്ന് കടകളിൽ അടിച്ച് പൊളിക്കുക, പിന്നെ പളസറ കടയെ അടിക്കുക, വണ്ടിയിലൊക്കെ അടിക്ക് പൊളിക്കുന്നുണ്ടല്ലേ. ഇല്ല, ആൾക്കാരോട് വെച്ചാൽ പണിയെടുത്ത് കൊടുത്ത് വരും. അപ്പം ഞങ്ങൾ വന്നാൽ ഇവിടെ എല്ലാ പേടിയോട് ഓടിയതാണ്. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് വനം വകുപ്പ് നിർദ്ദേശം. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. മൂന്നാറിലെ കാട്ടാന ആക്രമണം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി മുന്നണികൾ. പടയപ്പയെ ഉൾപ്പെടെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ്. സമരം രാഷ്ട്രീയ താൽപര്യത്തോടെയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് കുറ്റപ്പെടുത്തി. മൂന്നാറിലെ വന്യമൃഗ ആക്രമണത്തിന് എതിരെ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. സർവകക്ഷി യോഗ തീരുമാനം അംഗീകരിച്ചതിനു ശേഷം ഡീൻ കുര്യാക്കോസ് നടത്തുന്ന സമരം ഇരട്ടത്താപ്പെന്നാണ് CPIM പറയുന്നത്. അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ പടയപ്പ പ്രശ്നക്കാരനെന്ന് പറഞ്ഞയാളാണ് ഡീൻ കുര്യാക്കോസ് എന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തനിക്കൂടെ ഒരു സ്ഥാനം നേടുന്നതിന് വേണ്ടിയുള്ള സങ്കുചിതമായ രാഷ്ട്രീയ സമരമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുവെന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട. മൗലിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് സമരമെന്ന് ഡീൻ കുര്യാക്കോസ്. സ്വഭാവമായ കോടാലിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നു. ഇവരുടെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്. ആ ഉത്തരവാദിത്തം പാലിക്കാനുള്ള ആ ഒരു ബാധ്യത എന്തേ CV വർഗീസ് പാലിക്കാത്തത്? അക്രമകാരികളായ ആനകളെ പിടിച്ചുമാറ്റണമെന്ന ഡീൻ കുര്യാക്കോസിന്റെ ആവശ്യം ഇന്ന് ചേർന്ന വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ഇവിടെ ഓൾറെഡി നമുക്കൊരു പെർമനന്റ് RRT എന്ന് പറഞ്ഞ് ഒരു RRT ഉണ്ട്. അല്ലാതെ രണ്ടാമത് ദേവികുളം ഇതിൽ അല്ലാതെ ഒരു RRTയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയതായിട്ടൊരു RRTക്ക് ഈ ഒരു ഷോർട്ട് ടേം ഇതിൻ്റെ അകത്ത് നമ്മളൊരു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ RRT പ്രവർത്തിക്കുന്നതിനായിട്ട് പുനർവിന്യസിക്കുന്ന എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. വന്യമൃഗശല്യം നേരിടുന്നതിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത ഭയപ്പെടുത്തുന്നുവെന്ന് ഇടുക്കി രൂപത വൈദിക സമിതി പ്രമേയം പാസാക്കി. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണെന്നും പ്രമേയത്തിൽ വിമർശിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് സിറോ മലബാർ സഭ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിമർശിച്ചു. 24 ഇടുക്കി. കോഴിക്കോട് തിരുവമ്പാടി കണ്ടപ്പഞ്ചാൽ പാലത്തിന് സമീപം പുലിയെ കണ്ടു എന്ന നാട്ടുകാർ. കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടത്. പ്രദേശത്തുള്ളവർക്ക് പഞ്ചായത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പത്തനംതിട്ട കലഞ്ഞൂരിൽ പശുവിനെ പുലി ആക്രമിച്ചു എന്ന് പരാതി. കലഞ്ഞൂർ പാടം തട്ടാക്കുടി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. വൈകിട്ട് 4:30യോടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇരപിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ചികിത്സ നൽകി സംരക്ഷിക്കാനുള്ള തീരുമാനം. തൃശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണ് WWL 127. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിലെ മൃഗശാലയിൽ എത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിന് ഇവിടെ വൈദ്യസഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വാറന്റൈൻ പീരീഡിൽ ഇവിടെ സൂക്ഷിക്കാനും പിന്നീട് ഫോറസ്റ്റിൻ്റെ നിർദ്ദേശാനുസരണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. എങ്കിലും അതിൻ്റെ ബാക്കി അനാലിസിസൊക്കെ നടത്തി കഴിഞ്ഞാൽ മറ്റു വല്ല രോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 2 ദിവസം മുമ്പ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. കടുവയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം. 24 തൃശൂർ. തൃശൂർ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം. പുത്തൻകുളങ്ങര അർജുനൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇടഞ്ഞ ആന ദീപസ്തംഭവും ബലിക്കല്ലും ഇരുമ്പ് ഗേറ്റും കവാടത്തിന്റെ മകുടവും തകർത്തു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. പാപ്പാന്മാർ 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് ആനയെ നിയന്ത്രണത്തിലാക്കിയത്. സംസ്ഥാനത്ത് 5 വയസ്സിൽ തന്നെ 1-ാം ക്ലാസ് പ്രവേശനം നടത്തുമെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രായപരിധി മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. 5 വയസ്സ് എന്നത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ്സിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് കത്തയച്ചത്. എന്നാൽ കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പ്രായപരിധിയിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്നും 5 വയസ്സെന്നത് തന്നെയാണ് സർക്കാർ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി. നമ്മൾ 5 വയസ്സെന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും ഗവൺമെൻറ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കാം. ഒരു സംവിധാനം നിൽക്കുന്ന ഒരു സംവിധാനത്തെ മാറ്റിയാൽ അത് വലിയ സാമൂഹ്യ പ്രശ്നം തന്നെ ഉണ്ടാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. എന്നാൽ നടപ്പാക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി അറിയിച്ചു. മാർച്ച് 4-ന് SSLC പരീക്ഷയും മാർച്ച് 1-ന് ഹയർ സെക്കൻഡറി പരീക്ഷയും ആരംഭിക്കും. 2971 കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതും. 4,14,151 വിദ്യാർത്ഥികൾ +1-ലും 4,41,213 വിദ്യാർത്ഥികൾ +2-ലും പരീക്ഷ എഴുതും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കലാലയ കലോത്സവം. MG സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുന്നു. 3-ാം ദിനം 26 പോയിന്റുമായി തേവര സേക്രഡ് ഹാർട്ട് കോളേജാണ് ഒന്നാമത്. 2-ാം സ്ഥാനത്ത് കാലടി ശ്രീശങ്കര കോളേജാണ്. സ്റ്റേജ് ഇനങ്ങളിലെ മികച്ച പ്രകടനമാണ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിന് മുതൽക്കൂട്ടായത്. 26 പോയിന്റുകളാണ് ഇവർക്കുള്ളത്. എഴുത്തു മത്സരങ്ങളിലെ വിജയങ്ങളാണ് കാലടി ശ്രീശങ്കര കോളേജിനെ പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തിച്ചത്. 21 പോയിന്റാണ് ശ്രീശങ്കര കോളേജിനുള്ളത്. 3-ാം സ്ഥാനത്ത് തൃപ്പൂണിത്തുറ RLV കോളേജും 4-ാം സ്ഥാനത്ത് സെന്റ് തെരേസ കോളേജുമാണ്. 1 പോയിന്റ് വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. കോട്ടയത്തെ CMS കോളേജാണ് 5-ാം സ്ഥാനത്ത്. ഇന്ന് നടന്ന ഫോട്ടോഗ്രാഫി അടക്കമുള്ള നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലങ്ങൾ കൂടി വരാനുണ്ട്. കലാതിലകത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ CMSലെ അനന്തലക്ഷ്മി കൃഷ്ണനാണ് മുന്നിൽ. ശ്രീശങ്കര കോളേജിലെ ചന്ദന എസും തൊട്ടടുത്തുണ്ട്. 24 കോട്ടയം. ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും BCCI വാർഷിക കരാറിൽ നിന്ന് പുറത്തായി. രഞ്ജി ട്രോഫിയിൽ കളിക്കണമെന്ന BCCIയുടെ കർശന നിർദ്ദേശം അവഗണിച്ചതിന് പിന്നാലെയാണ് നടപടി. മലയാളി താരം സഞ്ജു സാംസൺ ഗ്രേഡ് സിയിൽ തുടരും. BCCI നിർദ്ദേശത്തിന് പുല്ലുവില കൊടുത്ത ശ്രേയസ് അയ്യർക്കും ഇഷാൻ കിഷനും
8ന്റെ പണി. BCCIയുടെ വാർഷിക കരാറിൽ നിന്ന് ഇരുവരും പുറത്ത്. ദേശീയ ടീമിൽ ഇല്ലെങ്കിൽ നിർബന്ധമായും രഞ്ജി ട്രോഫി കളിക്കണമെന്നായിരുന്നു BCCI നിർദ്ദേശം. മാനസിക സമ്മർദ്ദത്തിന്റെ പേരിൽ ദേശീയ ടീമിൽ നിന്ന് ഇടവേളയെടുത്ത ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാതെ IPLനായി തയ്യാറെടുക്കുകയായിരുന്നു. മോശം ഫോമിന്റെ പേരിൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയ ശ്രേയസ് പരിക്കു പറഞ്ഞും ഒഴിവായി. എന്നാൽ ശ്രേയസിന് പരിക്കില്ലെന്ന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി പിന്നീട് BCCIക്ക് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ വർഷത്തെ കരാറിൽ ശ്രേയസ് B ഗ്രേഡിലും ഇഷാൻ C ഗ്രേഡിലുമായിരുന്നു. പുതിയ കരാറിൽ A+ ഗ്രേഡിലുള്ളത് 4 താരങ്ങൾ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ. KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, മുഹമ്മദ് സിറാജ് എന്നിവർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയതോടെ A ഗ്രേഡിലുള്ള താരങ്ങളുടെ എണ്ണം 6 ആയി. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് B ഗ്രേഡിലുള്ളത്. മലയാളി താരം സഞ്ജു സാംസണും റിങ്കു സിംഗും ഉൾപ്പെടെ 15 താരങ്ങൾ ഗ്രേഡ് സിയിലുമുണ്ട്. രഞ്ജി ട്രോഫിയിൽ നിർബന്ധമായും കളിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് BCCI സെക്രട്ടറി ജയ്ഷ പുറത്തുവിട്ടത്. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മാസപ്പിടിവാദത്തിൽ മാത്യു കുഴനാടൻ MLAയും മന്ത്രിമാരും തമ്മിലുള്ള വാഗ്വാദം തുടരുന്നു. കരിമണൽ കമ്പനിയായ CMRLന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്ന മാത്യു കുഴനാടന്റെ ആരോപണമാണ് തർക്കത്തിന് കാരണം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ കേരളത്തിലെ ഔദ്യോഗിക വസതികൾ പലതും പരിതാപകരമായ അവസ്ഥയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷർട്ടും മുണ്ടും ഇസ്ത്രിയിട്ട് വെച്ചാൽ അതിൽ മരപ്പെട്ടി മൂത്രമൊഴിക്കും. കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തടുത്ത 3 ദിവസം 10 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ 4 തീപിടുത്തമുണ്ടായി. തരംതിരിക്കാതെ കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂമ്പാരത്തിലാണ് തീ പടർന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടന്ന ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ആലുവയ്ക്ക് സമീപം നിർത്തിയിട്ടു. ഇന്ന് രാവിലെ 9 മണിയോടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ട്രെയിൻ നിർത്തിയത്. ഇനി നാളെ അറിയാം. തൊഴിലാളികളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി നാളെ രാവിലെ 9:30 മുതൽ കൊല്ലം ആശ്രാമത്താണ് പരിപാടി. KPCC പ്രസിഡന്റ് KS സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന സമരാഗ്നി ജാഥ നാളെ സമാപിക്കും. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പുത്തരിക്കണ്ട മൈതാനത്ത് വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.